സുഗന്ധം പരത്തുന്ന ബസുമതിയിലൂടെ കുഴിമന്തിയും ബിരിയാണിയും ഉണ്ടാക്കുമ്പോഴും വിശപ്പിന്റെ തത്വശാസ്ത്രത്തിൽ നാം വെറും നോക്കുകുത്തികൾ. ഇതാ ഇന്ന് മലയാള ചെറുകഥാ രംഗത്തെ നവഭാവുകത്വത്തിന്റെ ശില്പി ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന ചെറുകഥയിലൂടെ നേരറിവിന്റെ കാവലാളാവുകയാണ് ഈ വേദി. अरे भाई अभी तो मलयालम सीखा और ഞാൻ പണി അറിയാം. അങ്ങോട്ട് ചെല്ല് നമ്മുടെ കലന്ത ഹാജിയുടെ പുരയിലേക്ക്. അനക്ക് 250 രൂപ ദേ തരാൻ. क्या क्या साहब 250 रुपए ഒരു 350 रुपए തേരി. नहीं 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 350 ഉറുപ്പ്യേ. മലയാളിക്ക് 600, തമിഴൻ 500, ബംഗാളിക്ക് 350. ബീഹാരിയോ അനക്ക് 250. നമസ്കാർ നമസ്കാർ ബാപ്പുജി. ആ ഒരേടാ പുറകിലോട്ട് ചെന്നോളി. അവിടെ ഹസൈനാരുണ്ടാകും. भाई साहब मैं क्या करूं साहब? പറഞ്ഞില്ലേ എന്നെ കൊണ്ട് ആടൊരു കുഴി വയ്ക്കണം. 5 നീളത്തില് 5 വീതിയില്. ബിരിയാണി പഞ്ചാബിന്ന് കൊണ്ടുവന്ന ബസുമതി അരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണി. ആദ്യം ചവിട്ടി ലെവലാക്ക്, എന്നിട്ട് മണ്ണിട്ട് മൂടിയാ മതി. മണ്ണിട്ട് മൂട് പറയണ കേക്കടാ. നമ്മുടെ കന്ദഹാജിയുടെ മോടി നിക്കാന്റെ ബാക്കിയാ. ബസുമതി बसुमती मेरी बेटी बसुमती 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 ഞാൻ ഇന്നോര പാപ്പ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട്. ഈ നല്ല മോളെ പപ്പ ബിരിയാണിയുടെ അരി വാങ്ങിക്കൊണ്ട് വന്നത്. ഈ അരിയുടെ പേരെന്താന്നറിയോ നിനക്ക്? നിന്റെ പേരാ അതിന് ബിരിയാണി ഉണ്ടാക്കാൻ അരി മാത്രം മതിയോ? നെയ്യ് വേണം, മസാല വേണം. അതിന് ഈ അരി വാങ്ങിയപ്പോൾ കാശ് തരുന്നു. ബസുമതി മേരി ബേട്ടി ബസുമതി. अरे भाई क्या हुआ तुमको? कुछ नहीं साहब, कुछ नहीं कुछ नहीं. हसैना रे ഇത് കൂടി അതിലേക്ക് തമ്മ പൊട്ടി കാത്ത ബിരിയാണിയാ. എന്നെ കൊണ്ടാവില്ല, എന്നെ കൊണ്ടാവില്ല. പണി പാതി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചോടേ. അതല്ല ഈ ബസുമതി അരി കാണുമ്പോ എനിക്ക് എന്റെ മോളെ ഓർമ്മ കിട്ടും. എന്റെ മോളെ പേരെന്താന്ന് അറിയോ നിങ്ങൾക്ക്? എന്റെ മോളെ പേരാ ബസുമതി. അവളെ ഇനിയും മണ്ണിട്ട് മൂടാൻ എന്റെ കൈകൾക്കാവില്ല, എനിക്കാവില്ല. ഈ കുഴിച്ച കുഴിയിൽ അന്നെ തന്നെ കുഴിച്ച മൂടും നമ്മള്. മര്യാദ പണിയെടുക്കണം. ചെയ്തോളാം, ഞാൻ ചെയ്തോളാം.
मेरे बेटे ബസുമതി. അതെ, അനാവശ്യമായി ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വലിച്ചെറിയുമ്പോൾ ഒന്നോർത്താൽ നല്ലത്, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാത്ത ഒരുപാട് ജീവനുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതെ, അധികമാരും കാണാത്ത വിശപ്പിന്റെ തത്വശാസ്ത്രം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ഞാൻ കൃതാർത്ഥനായി. നന്ദി.